നവംബർ മാസത്തെ കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ആ പത്രത്തിലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്. രമ ഗോപി തൊടുപുഴയുടേതാണ് സാക്ഷ്യം. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: കൃപാസനം മാതാവ്. സൂര്യനിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ഞാനൊരു കാഴ്ച കണ്ടു. മാറാത്ത നടുവേദന ഉണ്ടായിരുന്ന എൻ്റെ നടുവിൽ ഒരു ഇരുമ്പുവടി കൊണ്ടടിക്കുന്നത് പോലെ ഒരനുഭവം. പിന്നെ സംഭവിച്ചത് സാക്ഷ്യം ഇങ്ങനെയാണ്: എനിക്ക് മാറാത്ത നടുവേദന മൂലം ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. കൃപാസനത്തിലെ രോഗസൗഖ്യ ആരാധനയുടെ സമയത്ത് നടുവേദനയുള്ളവർ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുകയും ആ സമയം ജോസഫ് അച്ഛൻ നടുവേദനയുള്ള ഒരു മകളുടെ നടുവിൽ കൈവച്ച് ഈശോ അനുഗ്രഹിക്കുന്നതായി കാണുന്നു എന്ന് സന്ദേശം പറഞ്ഞു. ആ സമയം എൻ്റെ നടുവിന് ഇരുമ്പുവടി കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നി. അവിടം മരവിച്ചു പോയി. അതിനുശേഷം എൻ്റെ നടുവേദന കുറയുകയും ഞാൻ പുറത്തിറങ്ങി സൂര്യനെ നോക്കിയപ്പോൾ കൃപാസനം മാതാവ് അതിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കാണുകയും മാതാവ് യേശുവിനോട് എന്തു പറയുന്നതായും യേശു തിരിഞ്ഞ് എന്നെ നോക്കുന്നതായും ഒരു മാലാഖയെയും കണ്ടു. എനിക്ക് സൗഖ്യം ലഭിച്ചു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. മറ്റൊരു സാക്ഷ്യം റൂബി ജോയ്, തൈക്കാട്ടിൽ, കുറ്റൂർ, തൃശ്ശൂരിൻ്റേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പള്ളിയിൽ കയറുമ്പോൾ കിണറിൻ്റെ ചുവട്ടിൽ ഞാൻ ആ സ്ത്രീയെ കണ്ടു. എനിക്ക് വല്ലാത്ത ആത്മധൈര്യമായി. ഒരു ധ്യാനത്തിന് പോയപ്പോൾ കൗൺസിലർ എന്നോട് ചോദിച്ചു, കൃപാസനം മാതാവിനെ കണ്ടു അല്ലേ എന്ന്. ഞങ്ങൾക്ക് പട്ടയം ഇല്ലാത്ത ഭൂമി ആയതിനാൽ വീട് പുതുക്കി പണിയാൻ പറ്റില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ വെളുപ്പിനെ ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ പള്ളിയുടെ കിണറ്റിൻകരയിൽ ഒരു സ്ത്രീ കുട ചൂടി എന്നെ തന്നെ നോക്കി നിൽക്കുന്നതായി കണ്ടു. കയ്യിൽ ഇരിക്കുന്ന സിമെൻറ്റ് ബക്കറ്റ് തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ കൗൺസിലർ എന്നോട് കൃപാസനം മാതാവിനെ കണ്ടു അല്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വെഞ്ചരിച്ച ഉപ്പ് ഭവനത്തിന് ചുറ്റും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടു. അതിനുശേഷം എഞ്ചിനീയർ വരികയും ഞാൻ വിചാരിച്ചതിലും ഭംഗിയായി ഭവനം പണി പൂർത്തിയാക്കാനും സാധിച്ചു. മറ്റൊരു സാക്ഷ്യം വസന്തകുമാരി, പുത്തൂർ, കൊല്ലത്തിൻ്റേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പ്രാർത്ഥനയ്ക്കുത്തരം പ്രകാശവേഗത്തിൽ. ഉടമ്പടിയുടെ അപൂർവ അനുഭവം. എൻ്റെ മകൾക്ക് 12 വർഷമായി വീട്ടിലേക്കുള്ള വഴി ഇല്ലായിരുന്നു. നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയൻ്റെ വസ്തുവിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അനിയൻ ആ വസ്തുവിൽ വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ വഴി ഇല്ലാതെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ മകൾ എന്നെ വിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു. നിയോഗങ്ങൾ എഴുതാൻ തുടങ്ങുകയും മകൾ വിളിച്ചിട്ട് അമ്മേ വഴി കിട്ടി, 70 വർഷമായി നടപ്പാത മാത്രമായിരുന്ന ഈ വഴിയാണ് അമ്മ ഉടമ്പടി എടുത്ത ഉടനെ ശരിയാക്കിയത് എന്ന് പറഞ്ഞു. എല്ലാ വലിയ വാഹനങ്ങളും കയറി വരുന്ന ഒരു വഴിയായി അത് മാറി. ഇതാണ് വസന്തകുമാരി പുത്തൂരിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യം. അടുത്ത സാക്ഷ്യം ഉഷ ഫ്രാൻസിസ്, മട്ടക്കൽ ഹൗസ്, തുരുത്തിപ്പുറം. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം അപ്പാടെ മാറി. അവൻ ആധ്യാത്മികതയിൽ നിറഞ്ഞു. എൻ്റെ മകൾ 4 പ്രാവശ്യം OET എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീണ്ടും മകൾ ഡേറ്റ് എടുത്ത് ഉടമ്പടി കാശ് രൂപവുമായി പോയി. എക്സാം എഴുതിയതിൻ്റെ ഫലമായി അത്ഭുതകരമായി എക്സാം പാസ്സായി. കൂടാതെ എൻ്റെ മകൻ ഡിഗ്രിക്ക് സപ്ലി ഉണ്ടായിരുന്നു.
എത്ര പറഞ്ഞിട്ടും അത് എഴുതാതെ സ്ഥിരമായി ജോലിക്ക് പോകാതെയോ അലസമായി നടന്നിരുന്നു. ഞാൻ ഉടമ്പടിയിൽ മകൻ്റെ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ്റെ ആധ്യാത്മികതയിൽ വലിയ മാറ്റം വന്നു. പള്ളിയിൽ പോകുന്നതിനും കുമ്പസാരിച്ച കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ മകൻ പോളണ്ടിൽ പോകാൻ ശ്രമിക്കുകയും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കുകയും പോളണ്ടിൽ പോകുവാനും സാധിച്ചു. മറ്റൊരു സാക്ഷ്യം ദീപ്തി സെബാസ്റ്റ്യൻ, വെളിയിൽ ഹൗസ്, പൊള്ളേത്തൈ, ആലപ്പുഴയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഒരു അത്ഭുത കാഴ്ച കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു അത് കൃപാസനം മാതാവാണെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്. സാക്ഷ്യം ഇങ്ങനെയാണ്: ഞാൻ വിദേശത്ത് പോകുന്നതിന് വേണ്ടി IELTS പഠിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വരുമെങ്കിലും ഉടമ്പടി എടുത്തിരുന്നില്ല. ഒരു ദിവസം ഞാൻ വിഷമത്തോടെ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപം കാണപ്പെട്ടു. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് നോക്കൂ, അമ്മ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ വന്നപ്പോൾ ഞാൻ കണ്ട രൂപം തന്നെ അമ്മയ്ക്കും കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എക്സാം നല്ല രീതിയിൽ പാസ്സാകാനും വിദേശത്ത് പോകുവാനും സാധിച്ചു. മറ്റൊരു സാക്ഷ്യം സ്വീറ്റി തൃശ്ശൂരിൻ്റേതാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഞാനൊരു സ്ത്രീ ശബ്ദം കേട്ടു: പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക, 5.5 വർഷത്തിന് ശേഷം സംഭവിച്ച മഹാത്ഭുതത്തെക്കുറിച്ച്. സാക്ഷ്യം ഇങ്ങനെ: കാനഡയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5.5 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് കൃപാസനത്തിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന തരികയും ചെയ്തു. ഞാൻ ഉടമ്പടി തൈലം ദിവസവും വിശ്വാസത്തോടെ വയറിൽ പുരട്ട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ശബ്ദം കേട്ടു: മകളെ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക, എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമെന്ന്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു ഉടമ്പടി എടുത്തു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ദീപു തോമസ്, കൊല്ലം ചിറയിൽ ഹൗസ്, CMC 27, ചേർത്തല. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: എൻ്റെ 2 ഗർഭനാളികളും നീക്കം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ 2 ട്യൂബിനും കുഴപ്പമില്ലാതെ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ലെഫ്റ്റ് ട്യൂബിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയാണെന്നും അത് റൈറ്റ് ട്യൂബിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ടാകുമെന്നും 2 ഗർഭനാളികളും നീക്കം ചെയ്യേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് എൻ്റെ ഒരു ട്യൂബെങ്കിലും പ്രവർത്തനക്ഷമമായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ 2 ട്യൂബിനും ഒരു കുഴപ്പം കൂടാതെ നീ കുഞ്ഞുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ടെസ്റ്റിൽ എൻ്റെ 2 ട്യൂബിനും ഒരു കുഴപ്പവുമില്ല. ഒരു മരുന്നും കൂടാതെ ഞാൻ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. വളരെ അത്ഭുതകരമായ സാക്ഷ്യമാണ് നാം ഈ കേട്ടത്. കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച പല മക്കൾക്കും എളുപ്പത്തിൽ ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിൻ്റെ ശക്തമായ അടയാളമാണ് അവിടെ പ്രത്യക്ഷമുള്ള പരിശുദ്ധ കൃപാസന മാതാവ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ അനുഗ്രഹം നമുക്കും നേടാം.